ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് വരുന്ന ചൊവ്വാഴ്ച പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കും. മലയാളത്തിൽ നിന്ന് ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മോഹൻലാൽ. മലയാള സിനിമയിൽ നിന്ന് ആദ്യമായി ഒരു അഭിനേതാവിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുൻപ് അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയുടെ തലപ്പത്തേക്ക് ഇന്ത്യൻ സിനിമയുടെ മുഴുവൻ അഭിമാന താരമായി മോഹൻലാൽ എത്തുന്നു എന്നതാണ് ഈ വൈകുന്നേരത്തെ ഏറ്റവും സന്തോഷകരമായ വാർത്ത. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, മോഹൻലാലിന്റെ സിനിമാ ജീവിതം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് എന്ന പരാമർശത്തോടെയാണ് ഈ പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതൊരു വലിയ നേട്ടം കൂടിയാവുന്നത് മലയാളത്തിൽ നിന്ന് ആദ്യമായി ഒരു അഭിനേതാവ് ഈ പുരസ്കാരം നേടുന്നു എന്നത് കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ്. ഹരി, പറഞ്ഞോളൂ. 47 വർഷത്തെ സിനിമാ ജീവിതം, അത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ദിവസവും, ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചതാണ്, നമ്മൾ ഓരോ ദിവസവും ലാലേട്ടന്റെ സിനിമകൾ കാണാതിരിക്കുക, ഡയലോഗ് പറയാതിരിക്കുക ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു മലയാളി നടന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം, അത് സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരം, അത് ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം മോഹൻലാലിന് ലഭിക്കുക എന്ന് പറയുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ലെജൻഡറി ഡയറക്ടറിനെ പറ്റിയല്ല, പക്ഷേ ഇവിടെ ഒരു മലയാളി നടൻ നേടുന്നു. ഇവിടെ ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ ആ നടനിലേക്ക് ഇപ്പോൾ ഒരു ലൈം ലൈറ്റിൽ, ഒരു സ്പോട്ട് ലൈറ്റിൽ ഉറ്റുനോക്കുന്നു, ഒരു ദിവസവും കൂടിയായിട്ട് മാറുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൈകുന്നേരം സിനിമാ മേഖലയിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ഒരു നിമിഷത്തിലേക്കാണ്, മോഹൻലാലിന്റെ പ്രത്യേകിച്ച്. കാരണം നമ്മൾ ഈ 47 വർഷത്തെ സിനിമാ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോൾ ഒരു ഫാൽക്കെ പുരസ്കാരമൊക്കെ ലഭിക്കുന്ന പല വ്യക്തികളും ഇപ്പോൾ ഏകദേശം ലഭിക്കുന്ന സമയത്തൊക്കെ വരുമ്പോഴേക്കും അവർ സിനിമാ ജീവിതത്തിൽ നിന്നും ഏകദേശം ഈ മങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയൊന്നും ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ അവാർഡ് ജേതാക്കളിൽ തന്നെ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ നടന്റെ ഏറ്റവും വലിയ ഈ കരിയറിന്റെ പീക്ക് പോയിന്റിൽ നിൽക്കുകയാണ് ശ്രീജ. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു ഐറണി എന്ന് പറയുന്നത്. അതായത് ലാലേട്ടന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹൈ പോയിന്റിൽ നിൽക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് 3 സിനിമകളാണ്. നമ്മൾ 1979 അപ്പോൾ അദ്ദേഹത്തിന് തിരുനോട്ടം എന്ന സിനിമയായിട്ട്, അതിനുശേഷം ഫാസിലിന്റെ സംവിധാനത്തിൽ വന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ടാണ് മോഹൻലാലിനെ നമ്മളൊരു വില്ലനായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നീടും അദ്ദേഹം ചെറിയ വില്ലൻ വേഷങ്ങളിലൊക്കെ വന്ന് പിന്നീട് നായകനാകുന്നു. അതിനുശേഷം എന്താ പറയാ, ഒരു പൗരുഷത്തിന്റെ പ്രതീകം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ലാലേട്ടൻ മലയാളികൾ അങ്ങനെ രീതിയിൽ മാറ്റി. അതിനുശേഷം കമേഴ്ഷ്യൽ സിനിമകൾ നമ്മൾ പ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ്. ഇപ്പൊ നമ്മള് സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ എത്രയോ പടങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടും. നമ്മൾ എല്ലാവരുടെയും ഈ സന്തോഷം പങ്കിടാൻ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സംവിധായകനും എഴുത്തുകാരനും അഭിനേതാവും ഒക്കെയായ ശ്രീ മധുപാലാണ്. ശ്രീ മധുപാൽ, മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് എത്തുമ്പോൾ അത് നമുക്കൊക്കെയും ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. മലയാളത്തിൽ നിന്ന് ആദ്യമായി ഒരു അഭിനേതാവ് ഈ പുരസ്കാരം കൂടി നേടുമ്പോൾ ആ സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? അക്ഷരാർത്ഥത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ആക്ടർ എന്ന് പറയും, കംപ്ലീറ്റ് ആക്ടറാണ്, യൂണിവേഴ്സൽ ആക്ടറായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. കാരണം ലോകത്ത് ഇത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ അദ്ദേഹത്തോട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആക്ടർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കണ്ടില്ല ആ മനുഷ്യൻ ചെയ്യുന്ന ഓരോ മോമെന്റുകളും എത്രമാത്രം ഗംഭീരമാണെന്ന് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമാണ് അറിയാൻ പറ്റുക. കാരണം ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന മോമെന്റിൽ പോലും അദ്ദേഹത്തിന്റെ ചെറിയൊരു അനക്കം പോലും സ്ക്രീനിൽ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ വേഴ്സറ്റൈൽ ആക്ടറാണ് അദ്ദേഹം. ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ വേഷങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഒരു ആക്ടർക്ക്, മലയാളത്തിലെ ഒരു ആക്ടർക്ക് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു വലിയ അഭിമാനത്തിന്റെ നിമിഷമാണ് എനിക്ക് ഈ നിമിഷമുള്ളത്. 2004 അടൂർ ഗോപാലകൃഷ്ണന് ശേഷം നമുക്ക് കേരളത്തിലേക്ക് ഈ പുരസ്കാരം ആദ്യമായി എത്തുകയാണ്. അടൂരിന് ശേഷം മോഹൻലാൽ, അതും വലിയ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു 2 വാക്കുകളാണ് അല്ലേ?
തീർച്ചയായും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ അവാർഡാണ്. കാരണം ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെയുള്ള ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിന്റെ ഒരു ആക്ടർ കൂടി ഉണ്ടാവുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അത് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്നത്. ഇന്നത്തെ ഈ നിമിഷം, ഈ ദിവസം സെപ്റ്റംബർ 20 എന്ന് പറയുന്ന ദിവസം ചരിത്രത്തിന്റെ ദിവസമായിട്ട് ഞാൻ കാണുന്നു. ഉറപ്പായിട്ടും അതെ. ഇനി നമ്മൾ പറയേണ്ടത് ആക്റ്റീവായ കരിയർ നിൽക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ പട്ടികയിലുള്ള ആക്ടേഴ്സിനെ നോക്കിയപ്പോൾ രജനീകാന്ത് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ഉണ്ട്. പക്ഷെ അവരൊക്കെ അവരെ പോലെ അല്ല മോഹൻലാൽ നമ്മളെ സംബന്ധിച്ച്. കൊമേഴ്ഷ്യൽ സിനിമയിൽ വളരെ സജീവമായി തിളങ്ങി നിൽക്കുന്നു. ഈ വർഷം തന്നെ 3 സിനിമകൾ ഇറങ്ങുന്നു, 3ഉം ഹിറ്റായി. ഒരു മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവ്, മോഹൻലാലിനെ വിജയിയായി കാണുന്ന ഒരു സന്തോഷത്തിൽ പ്രേക്ഷകർ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വലിയ കിരീടം കൂടി എത്തുന്നത്. ഞാൻ അതിനകത്ത് ഒരിക്കലും മോഹൻലാലിന്റെ തിരിച്ചു വരവെന്നല്ല, മോഹൻലാൽ എങ്ങും പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കമേഴ്ഷ്യലി എന്ന് മാത്രമല്ല, മോഹൻലാൽ എല്ലാ കാലത്തും മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം ഇവിടെ നിന്ന് പോയാൽ മാത്രമാണ് നമ്മൾ തിരിച്ചു വരവ് എന്ന വാക്ക് ഉപയോഗിക്കുക. അദ്ദേഹം എങ്ങും പോയിട്ടില്ല. മലയാള സിനിമയിൽ സജീവമായിട്ട്, ഇന്ത്യൻ സിനിമയുടെ പ്രതീകമായിട്ട് ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടറായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വാനപ്രസ്ഥം പോലുള്ള സിനിമകൾ ലോകത്തിന്റെ കാൻസൽ ഫെസ്റ്റിവലിലൊക്കെ കൊണ്ടുപോയപ്പോഴും അവിടെയുള്ള അവസ്ഥകളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സിനിമകൾ, ഇന്ത്യൻ സിനിമകളിലെ പല മലയാള സിനിമകളിലെ എല്ലാ തരത്തിലും ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മലയാള സിനിമയിൽ എന്നും എക്കാലത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങും പോകാത്ത ആ മനുഷ്യൻ എന്നും എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. പ്രാർത്ഥനയാണ്, അതിൽ സംശയമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ബോക്സ് ഓഫീസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പുരസ്കാരം എത്തുന്നതിനെ പറ്റി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ബോക്സ് ഓഫീസിൽ നിന്ന്, കാരണം അദ്ദേഹം ബോക്സ് ഓഫീസിന്റെ ശരിക്കും ബോക്സ് ഓഫീസിന്റെ കിങ് മേക്കർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രമേൽ ലെവലിൽ നിൽക്കുന്നത്. ഞാൻ ആ മനുഷ്യനോട് അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീൽ എന്ന് പറയുന്നത്, ആ മനുഷ്യൻ നമ്മുടെ ശരീരത്തെ തൊട്ടുകൊണ്ട് അഭിനയിക്കുമ്പോൾ നമ്മളുടെ ഒരു ഹൈ വോൾട്ടേജ് എനർജി നമുക്ക് കിട്ടും. ആ എനർജി വെച്ചുകൊണ്ടാണ് നമുക്ക് കൂടെ പെർഫോം ചെയ്യാൻ പറ്റുക. എല്ലാ തരത്തിലും ആ മനുഷ്യനോടൊപ്പം ഞാൻ ഗുരു എന്നൊരു സിനിമ മാത്രമല്ല, എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒപ്പം ചെയ്യാൻ പറ്റിയ ആ വേഷത്തെക്കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമ മലയാള സിനിമയുടെ ആദ്യത്തെ ഓസ്കാർ എൻട്രി ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിന്നപ്പോഴൊക്കെ ആ വലിയ അഭിനേതാവിന്റെ തണലിൽ നിന്നുകൊണ്ട് അഭിനയിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മനുഷ്യൻ ഒരു മഹാവൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ തണലിലെ ചെറിയ ആളുകളാണ് നമ്മളൊക്കെ. അപ്പം ആ തണൽ എന്നും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ഈ പുരസ്കാരത്തിലൂടെ ഞാൻ കരുതുന്നത്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ മധുപാൽ പ്രതികരിച്ചതിന്. അഭിനയ ജീവിതത്തിൻ്റെ 47 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് മോഹൻലാലിനെ തേടിയെത്തുന്നത് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരം, പരമോന്നത ബഹുമതിയാണ്. മോഹൻലാൽ തലമുറകളെ പ്രചോദിപ്പിച്ച നടൻ, എത്രയോ തലമുറകളെ പ്രചോദിപ്പിച്ച നടൻ എന്ന ഒരു സൈറ്റേഷനോട് കൂടിയാണ് ഈ പുരസ്കാര പ്രഖ്യാപനം എന്നതും ഏറ്റവും സന്തോഷകരമാണ്. ഹരികൃഷ്ണൻ തുടരുന്നുണ്ട്. ഹരി, ഈ വർഷം ബോക്സ് ഓഫീസിലേക്ക് നോക്കിയാൽ 3 ചിത്രങ്ങൾ, എംപുരാനുണ്ട്, തുടരുമുണ്ട്, ഹൃദയപൂർവ്വമുണ്ട്. അതും 3 തീർത്തും വ്യത്യസ്തമായ 3 സിനിമകൾ. അങ്ങനെ മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്ന് ആണ് കടന്നു പോകുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു വലിയ പുരസ്കാരം കൂടി വരുമ്പോൾ അത് ലാലേട്ടൻ ഫാൻസിനെ സംബന്ധിച്ച് ഇത് ഡബിൾ ധമാക്കയാണ്. ശ്രീജ, സത്യം.